കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1-ൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് BJP കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചു. വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1-ൽ ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സൂചനയുണ്ടെന്ന് ആരോപിച്ചാണ് BJP കൗൺസിലർമാർ CDS ഓഫീസ് ഉപരോധ സമരം നടത്തിയത്. രാവിലെ ആരംഭിച്ച സമരം BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വ്യക്തമായിട്ട് നമുക്കറിയാം, ഇത് സബ്സിഡിയുള്ള ലോണുകളാണ്. ഈ ലോണുകളൊക്കെ തന്നെ ഈ ഒരു അധികാരത്തിന്റെ ഒരു വലയത്തിലുള്ള ചില ആളുകൾക്ക് മാത്രമേ ഈ ലോണുകൾ കൊടുക്കുക, അവരത് അടയ്ക്കാണ്ടിരിക്കുക, കുടുംബശ്രീയുടെ തനത് ഫണ്ട് എടുത്തുകൊണ്ട് ബാങ്കിൽ അടയ്ക്കുക. അങ്ങനെ വലിയ വലിയ അഴിമതി ഇതിന് കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ എതിരെ നടപടി സ്വീകരിക്കണം. വിജിലൻസ് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് വരെ എത്തണം. കൃത്യമായിട്ട് അഴിമതി കൊടുക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് കുടുംബശ്രീ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ അത് ഇവിടെ കുറച്ച് ആളുകൾ വീതം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു പാവപ്പെട്ടവരാണ്. ഇപ്പൊ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട ആളുകളാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഏരിയ ജില്ലാ തലത്തിലുള്ള ഇതൊരു കരുവന്നൂര് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതിയിലും വലിയ അഴിമതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് അന്വേഷണം വേണം. രശ്മി ബാബു, പ്രജീഷ് ചലീൽ, അജിത്, രേഖ, സൽപ്രകാശ്, ധന്യ, ഷൈൻ, രഞ്ജിത, രാജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ, NULM ലോൺ, CF ലോൺ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.